നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഉണ്ടാകുവാനും സാമ്പത്തികമായുള്ള സുസ്ഥിരതയും ഉണ്ടാകും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിൽ അവസരങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നിർത്തിവെച്ച തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഇനി മുതൽ ദേഹ സംരക്ഷണം എന്നുള്ള സങ്കല്പത്തിൽ പ്രകൃതി ഭക്ഷണ രീതികളെല്ലാം അവലംബിക്കുകയും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടാകുന്നതുമാണ്. വിദേശത്ത് താമസിക്കുന്നവർ ജന്മനാട്ടിൽ സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനം നടത്തുവാനായിട്ട് ജന്മനാട്ടിൽ വന്ന് ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. എന്നാൽ ജൂൺ മാസത്തിന് ശേഷമായിരിക്കാം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ് തലത്തിൽ നിന്നും വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു ചെയ്യുവാനുള്ള യുക്തിയും കഴിവും അതിനുള്ളൊരു തന്മയത്വവും ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വ സ്ഥാനം നൽകുവാൻ അവസരം വന്നു ചേരും. സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിവെച്ചതായിട്ടുള്ള ധ്രുവീകരണം അനുകൂലമായി തീരുവാനും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളും ഭരണപരിഷ്കാരവും ആവിഷ്കരിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുതിയ സ്ഥാപനത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലകളിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുകയും ചില കാര്യങ്ങളിലെല്ലാം തന്നെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ അതെല്ലാം സഹിച്ചുകൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടി പ്രയത്നിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു വർഷം അഭൂതപൂർവമായിട്ടുള്ള വളർച്ച അനുഭവപ്പെടുവാനും കടങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. ജീവിത പങ്കാളിക്കും തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ജോലി കിട്ടും. മക്കളുടെ സംരക്ഷണത്തിനും മനസ്സമാധാനത്തിനും വഴിയൊരുക്കും. ഭാരതീയ ശാസ്ത്രശാഖകൾ ജോലിയോടൊപ്പം പഠിക്കുവാനോ പഠിപ്പിക്കാനോ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധമായുള്ള ചികിത്സകളാലും വിശ്രമത്താലും സൽസന്താന സൗഭാഗ്യത്തിന് യോഗം കാണുന്നു. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങിക്കാനായിട്ട് അന്വേഷണം ആരംഭിക്കുകയും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രപ്രകാരമുള്ളത് വാങ്ങുവാൻ തീരുമാനിക്കുവാനും ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. നിലവിലുള്ള രാജ്യത്തിൽ ചെലവിനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നതിനാൽ മറ്റ് രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അവസരം ലഭിക്കുവാനും ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യുക്തിയുക്തം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും ആധുനിക കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. വികസ്വര രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും അവിടെ പഠിക്കാൻ ജോലി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ തക്കവണ്ണം യാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരും. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ
ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വം കുറവുള്ള ജോലിക്കാരെ പിരിച്ചുവിടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പൊതുജന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാനും സാധ്യത കാണുന്നുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സർവർക്കും സ്വീകാര്യമായുള്ള നിലപാട് അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നീതിയുക്തമായുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഓർമ്മശക്തി കുറവുണ്ടാവുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും എഴുതി വെച്ചും കൊണ്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ധരിച്ച് മനനം ചെയ്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷവും തൊഴിൽ മേഖലയിൽ പുരോഗതിയും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങളായി അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധിയെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധമിത്രാദികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിടവരും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കാനിടവരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. നടപടിക്രമങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. ഭദ്രതയില്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ജൂൺ മാസത്തിന് ശേഷം മറ്റൊരു സ്ഥാപനത്തിന്റെ ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പൊതുവെ എല്ലാ പ്രകാരത്തിലും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടൊക്കെ തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം പ്രതീക്ഷിച്ചതിലുപരി വന്നു ചേരുവാൻ പുണർത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.